ദുബായ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ഒരു സാധനമാണ് ബുർജ് ഖലീഫ അല്ലേ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ്. അപ്പോൾ പിന്നെ ദുബായിൽ എത്തിയ സ്ഥിതിക്ക് ആദ്യം തന്നെ അതങ്ങ് കാണാൻ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദുബായ് മോളിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ. ദുബായ് മോളിൻ്റെ പുറത്തൊരു ഏരിയയിൽ നിന്നാണ് ബുർജ് ഖലീഫയുടെ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ ഉള്ളത് കേട്ടോ. പിന്നെ ദുബായ് മോളിൻ്റെ അകത്ത് ഒരുപാട് അത്ഭുതങ്ങളും ഒരുപാട് ഷോപ്പിംഗ് എക്സ്പീരിയൻസും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്. അപ്പോൾ ദുബായ് മോളിലൂടെ തേരാപ്പാര നടന്ന് ഞങ്ങൾ ബുർജ് ഖലീഫ കണ്ടുപിടിച്ചിട്ടുണ്ട്. ജിയമോളും റാഷിക്കയും ബുർജ് ഖലീഫ നോക്കി അങ്ങനെ നിൽക്കുന്ന ആ ഒരു മൊമെൻറ്റ്, എനിക്കതൊരു പ്രൈസ്ലെസ് മൊമെൻറ്റാണ്. ഞാൻ എന്നും എൻ്റെ മനസ്സിലുണ്ടാവും ആ ഒരു മൊമെൻറ്റ്. അപ്പം ഞാൻ 10 വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ പാരൻസിൻ്റെ കൂടെ വന്നപ്പോൾ ആ ഒരു കാര്യം ഞാൻ വീണ്ടും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് നൊസ്റ്റാൾജിക്കാണ് ബാക്ക് ടു ദുബായ് എന്നുള്ള കാര്യം. ഈ ഒരു സ്ഥലവും അതുകൊണ്ട് എനിക്ക് കുറേ സ്പെഷ്യലാണ്. ഞാൻ എൻ്റെ അനിയത്തി, ഉമ്മ, ഉപ്പ, അനിയൻ ഇവരുടെയൊക്കെ കൂടെ വന്ന സ്ഥലം. അപ്പോൾ ഇവിടെ ഇനി ഒരു വാട്ടർ ഫൗണ്ടെയിൻ ഷോ വരാനുണ്ട്. ഓരോ ഹാഫ് ആൻ അവറിലും അതുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടി വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ ഓരോന്നിങ്ങനെ പൊങ്ങുന്നുണ്ട്. അതിന് വേണ്ട സാധനങ്ങൾ വെള്ളം അടിക്കാനൊക്കെ ഉള്ള. അപ്പോൾ നമ്മൾ അതും കൂടെ കണ്ടിട്ട് ഇനി ദുബായ് മോളിൻ്റെ അകത്ത് കുറച്ച് വിശേഷങ്ങളൊക്കെ കണ്ട് ഫുഡ് കഴിച്ച് തിരിച്ചു പോകണം. വാട്ടർ ഫൗണ്ടെയിൻ ഷോ ആരംഭിച്ചു. നല്ല രസമാണത്. ഒരിക്കലെങ്കിലും ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പം അതൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ ചോപ്പ് സ്റ്റിക്സ് കൊണ്ട് ഫുഡ് കഴിക്കാനുള്ളൊരു ശ്രമത്തിലാണ്. അങ്ങനെ റാഷിക സക്സസ്ഫുൾ ആയിട്ടുണ്ട്. എനിക്കിത് ഒരു നടക്ക് പോകില്ല എന്ന് മനസ്സിലായി. കാരണം ചോപ്പ് സ്റ്റിക്സ് വേറെ വഴിക്ക് പോകുന്നു, എൻ്റെ ഫുഡെല്ലാം വേറെ വഴിക്ക് പോകുന്നു. അപ്പോൾ സൈഡിലിരിക്കുന്ന ജിയമോളെ ഞാനൊന്ന് നോക്കിയപ്പോൾ അവൾ ചോപ്പ് സ്റ്റിക്സ് കൊണ്ട് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗ്രീൻ ആപ്പിൾ കഴിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഫുഡിൻ്റെ റിവ്യൂ വ്ളോഗ് ഞങ്ങൾ വേറെ സെപ്പറേറ്റ് ഇടുന്നുണ്ട് വീഡിയോ. ജിയമോൾ ചോപ്പ് സ്റ്റിക്സ് ഒരു എക്സ്പേർട്ടായി മാറിയിട്ടുണ്ട്. ഫ്യൂ മിനിറ്റ്സ് ലേറ്റർ ഞങ്ങൾ എല്ലാവരും ആയുധം വെച്ച് കീഴടങ്ങി സ്പൂൺസും ഫോക്കൊക്കെ വെച്ച് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ പോയത് ദുബായ് മോളിനകത്തുള്ള അണ്ടർ വാട്ടർ അക്വേറിയം കാണാൻ വേണ്ടിയിട്ടാണ്. ജിയമോൾക്ക് അത് ഭയങ്കര ഇഷ്ടമായി. ഓഫ് കോഴ്സ് കുട്ടികൾക്ക് ഫിഷസ്, അനിമൽസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പം ജിയമോൾ അത് നന്നായിട്ട് എൻജോയ് ചെയ്തു. ഫിഷസൊക്കെ അവളുടെ അടുത്തൂടെ പോകുന്നത് പോലെ വലിയ വലിയ ഫിഷസ്. ഇതൊക്കെ വീഡിയോയിൽ ചെറുതായിട്ടൊക്കെ തോന്നും, പക്ഷേ അത് ഭയങ്കര സൈസ് ഉണ്ട് കേട്ടോ. ദുബായിൽ ഞാൻ മുൻപ് വന്നിട്ടുള്ളത് കൊണ്ട് മെട്രോയിൽ എവിടെയൊക്കെ ആക്സസ് ഉണ്ട് എന്ന് ശരിക്കും അറിയാവുന്നത് കൊണ്ട് ഞാൻ തന്നെ ഒരു ഇറ്റിനറി ഒക്കെ ഉണ്ടാക്കി മാക്സിമം പ്ലേസസ് കവർ ചെയ്യുന്നത് പോലെ ഒക്കെ ചെയ്തിട്ടൊക്കെയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഒക്കെ നടക്കുമോ അറിയില്ല. എനിവേ ഇന്നത്തെ ഒരു ഇത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി കാണാം. സ്റ്റേ ട്യൂൺഡ്.